Yeah, hi, welcome back to Aptics Academy. So in this video, we are going to deal the subject Contemporary India and Education. And already നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേറ്ററി പ്ലസ് ഇൻട്രൊഡക്ടറി കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്കറിയാം വളരെ കുഞ്ഞു യൂണിറ്റാണ്. അതുകൊണ്ട് നമ്മൾ പകുതി ഭാഗം ഇതിൽ കവർ ചെയ്യും, ബാക്കി പകുതി എക്സ്പ്ലനേറ്ററി വീഡിയോയിലാണ് കവർ ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇഫ് യു വാണ്ട് എക്സ്പ്ലനേറ്ററി വീഡിയോ, താഴെ ഒരു നമ്പർ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും കോമൻറ്റ് സെക്ഷനിൽ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ്പ്ലനേറ്ററി വീഡിയോ. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് ഫോർ ദി ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന്. ആൻഡ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് ലാംഗ്വേജ് പോളിസി ഇൻ വേദിക് ആൻഡ് ബുദ്ധിസം പീരിയഡ്. നരേറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ട്രൈലിംഗ്വൽ പോളിസി. Describe the role of language policy mentioned in the Constitution of India. What is the language policy of Mahatma Gandhi? Explain the principle of Vivekananda language. Explain in detail the language policy of pre-independence India. Describe the language policy of post-independence India. Analyze the views of Indian academic thinkers on the medium of instruction. സോ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഷോർട്ട് എസ്സേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും ആൻഡ് ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഈ യൂണിറ്റ് കവർ ചെയ്തു. ഓക്കെ, സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ. എഡ്യൂക്കേഷൻ ഹൗവെവർ ഈസ് കൺസിഡേർഡ് എ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് വൈൽ നാഷണൽ പോളിസീസ് exist, individual states also play a primary role in the execution of language decisions. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ കൂടി ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ഓൾസോ പ്ലേ എ പ്രൈമറി റോൾ ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഡിസിഷൻ. ഈ ലാംഗ്വേജ് ഡിസിഷനിൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പങ്കുണ്ട്. The relationship between India's language and education policies further complicates the tension between cultural preservation and economic growth. India's constitutional policies concerning the use of language reflect the economic and cultural evolution within this diverse and multilingual country. അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയെ പോലൊരു മൾട്ടി ലിംഗ്വൽ കൺട്രി, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ്, ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ലാംഗ്വേജിനെ കൺസേൺ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പോളിസീസും കാര്യങ്ങളും അവിടുത്തെ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ എവല്യൂഷനെ സ്വാധീനിക്കുന്നുണ്ട്, ഇക്കണോമിക് ഗ്രോത്തിനെ അത് കാരണമാക്കുന്നുണ്ട്. സോ ഈ ലാംഗ്വേജ് ആയാലും ഈ എഡ്യൂക്കേഷൻ ആയാലും ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ എവല്യൂഷനെ ബാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ഇന്ത്യയിൽ എന്താണ് പറയുന്നത്? The first language education policy of India was made for the promotion of English language, that is on February 2nd in 1835, Thomas Babington. So 1835 ഫെബ്രുവരി 2nd ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ വരുന്നത്. ഇത് ഏതൊരു ലാംഗ്വേജിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. മെക്കോളേസ് മിനറ്റ്സ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്. മെക്കോളയുടെ ഇന്ത്യൻ ലാംഗ്വേജ് പോളിസി ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് സേസ് വി മസ്റ്റ് അറ്റ് പ്രസൻറ്റ് ഡു അവർ ബെസ്റ്റ് ടു ഫോം എ ക്ലാസ് ഹൂ മേ ബി ഇൻ്റർപ്രിറ്റേഴ്സ് ബിറ്റ്വീൻ അസ് ആൻഡ് ദ മില്യൻസ് ഹൂം വി ഗവേൺ. സോ ഇത് കോട്ട് അൺകോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് കോട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വി നീഡ് എ ക്ലാസ് ഓഫ് പേഴ്സൺസ്, ലെറ്റ് ദം ബി ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ്റലക്ട്. അപ്പം ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ കൂടി ഇപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ് മോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ആയിട്ട് കാണുന്നത്. ദീസ് minutes implies that English was introduced in the Indian educational system for the purpose of getting servants with English language knowledge. During the freedom struggle, Gandhi vehemently opposed and wanted to throw out English from Indian nation, but he failed in his attempt. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്തൊക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിനെ ഗാന്ധി എടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കറിയാം ആൾ തന്നെ പഠിച്ചിട്ടുള്ളതും ആൾ തന്നെ പ്രാക്ടീസിലും കാര്യങ്ങളിലും ഒക്കെ ഇംഗ്ലീഷ് ആൾക്ക് തന്നെ ഉണ്ടായിരുന്നു.
സോ ഒരു ലാംഗ്വേജിനെ എടുത്ത് കളയുന്നത് അത്ര ഈസി അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു അറ്റംപ്റ്റിൽ അദ്ദേഹം ഫെയിൽ ചെയ്തിട്ടുണ്ടായത്. സോ ഇംഗ്ലീഷിനെ നമുക്കെടുത്ത് ഒഴിവാക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആസാമീസ്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കശ്മീരി, കന്നഡ, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, Sanskrit, Santali, Sindhi, Tamil, Telugu and Urdu are included in the 8th schedule. അപ്പോൾ 8th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജും പ്ലസ് ഇപ്പോൾ നിലവിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ എന്തോരം ലാംഗ്വേജസ് നമുക്കറിയാത്തതുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ലാംഗ്വേജസ് കാണും ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് കാണുന്നത്. അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി ലാംഗ്വേജ് പോളിസി ഡ്യൂറിങ് ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. അതും പ്രീ ഇൻഡിപെൻഡൻറ്റും എടുത്ത് ചോദിച്ചിട്ടുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ദ 3 ലാംഗ്വേജ് ഫോർമുല according to Radhakrishnan Commission, according to Lakshmana Mudaliar Commission, according to Kothari Commission. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സോ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ട് തന്നെ നമ്മളതിനെ എക്സ്പ്ലനേറ്ററി വീഡിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വ്യൂസ് ഓഫ് ഗ്രേറ്റ് തിങ്കേഴ്സ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ആ ഭാഗമായിരിക്കും നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റത്തെ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. He was a prominent poet and profound thinker. He was born in Calcutta on 6th May 1860. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള പോയറ്റാണ് ആൻഡ് ഒരു തിങ്കറും കൂടെയാണ്. അദ്ദേഹം കൽക്കട്ടയിൽ 6th May 1860 ജനിക്കുന്നത്. നമുക്ക് ആളെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആളെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബട്ട് സ്റ്റിൽ ഒരാളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആളെ മുഴുവനായിട്ട് പഠിക്കണമല്ലോ, ആ തരത്തിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓൾദോ ഹി വാസ് നോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ എനി യൂണിവേഴ്സിറ്റി, ഹി വാസ് ക്ലിയർലി എ മാൻ ഓഫ് ലേണിംഗ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഹി വാസ് എ മാൻ ഓഫ് ലേണിംഗ്. He had his own original ideas about education, which led him to establish an educational institution named Vishwabharati in Shantiniketan with the intention of reopening the channel of communication between the East and the West. അപ്പോൾ ആളൊരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഹി ഹാഡ് ഹിസ് ഓൺ ഒറിജിനൽ ഐഡിയാസ് അബൌട്ട് ഒരു എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ആൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾ സ്വന്തമായിട്ടൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്തത്. അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? വിശ്വഭാരതി. എവിടെയാണ്? ശാന്തിനികേതൻ. വിശ്വഭാരതി ശാന്തിനികേതൻ. ഇതെന്തിനാണ്? ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഫോർ റീഓപ്പണിംഗ് ദ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ റീഓപ്പൺ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു വിശ്വഭാരതി തുടങ്ങിയിട്ടുള്ളത്. He travelled extensively in different countries of the world and was a successful mediator between the Eastern and Western culture. അപ്പോൾ അദ്ദേഹം നല്ലൊരു ട്രാവലറും കൂടിയാണ്. നമുക്കറിയാമല്ലോ, നല്ലൊരു തിങ്കർ ആവണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ട്രാവൽ ചെയ്യണം, എക്സ്പീരിയൻസ്ഡ് ആവണം അല്ലേ. നല്ല എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല യാത്രകൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും കൾച്ചറിൻ്റെ ഇടയിലുള്ള ഒരു സക്സസ്ഫുൾ മീഡിയേറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. ഇനി ഇവിടെ നോക്കുക, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഡിസ്കോഴ്സ് ഓൾസോ ബിക്കെയിം ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പെർട്ടൈനിങ് ടു ടാഗോർസ് ഐഡിയ. അപ്പോൾ എന്താണ്? യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ എഡ്യൂക്കേഷൻ പ്രിവെൻറ്റഡ് അസിമിലേഷൻ ഓഫ് വാട്ട് വാസ് ടോട്ട് ആൻഡ് മെയ്ഡ് എഡ്യൂക്കേഷൻ കൺഫൈൻഡ് ഓൺലി ടു അർബൻ ഏരിയാസ് ആൻഡ് അപ്പർ റാദർ ദാൻ റൂറൽ ഏരിയാസ്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത്? അതൊരു പെർട്ടിക്കുലർ പീപ്പിളിന് മാത്രം ഉപയോഗപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് എഡ്യൂക്കേഷൻ മാറിയത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ടു ഓൾ ആവണം, എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ലഭിക്കണം, എല്ലാവർക്കും വിദ്യ ലഭിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ഡീമെറിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അർബൻ ഏരിയാസിലുള്ള അപ്പോൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഉപകാരപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് മാസസിന് അത് കിട്ടണം അല്ലെങ്കിൽ ഉപകാരപ്രദമാകണമെങ്കിൽ, റൂറൽ മാസസിന് അത് ബെനിഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിനെ ഇംഗ്ലീഷിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബംഗാളിയിലേക്കോ മറ്റ് ലെവലിലേക്കോ
സ്കൂളിലേക്കോ എഡ്യൂക്കേഷന് ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. അടുത്തത് MK ഗാന്ധിയാണ്. The requirements of a national language as put forward by Gandhi are as follows. ഇതിന് മുമ്പിൽ ഗാന്ധിയുടെ പറ്റിയൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് വി നോ അബൌട്ട് ഗാന്ധിജി, അതുകൊണ്ടാണ് പറയാത്തത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സോ ആളെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ നമ്മളത് തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. നോക്കിക്കേ, ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ നാഷണൽ ലാംഗ്വേജ് ആസ് പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധി ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ഈസി ടു ലേൺ ഫോർ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഗവൺമെൻറ് ഒഫീഷ്യൽസിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഭാഷയായിരിക്കണം. ഭാഷ നല്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് സെർവിങ് ആസ് എ മീഡിയം ഓഫ് റിലീജിയസ്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്റർകോഴ്സ് ത്രൂ ഔട്ട് ഇന്ത്യ. അതിന് റിലീജിയസിലും എക്കണോമിക്, പൊളിറ്റിക്കൽ ഇൻ്റർകോഴ്സിൻ്റെയൊക്കെ ഇടയിലൊരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മീഡിയമായിട്ട് നിലനിൽക്കണം ഒരു നാഷണൽ ലാംഗ്വേജ് ആകുന്ന സമയത്ത്. ഇറ്റ് ഷുഡ് ബി ഈസി ടു ലേൺ ഫോർ ദ ഹോൾ ഓഫ് ദ കൺട്രി. രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ലാംഗ്വേജ് ഉണ്ടായിരിക്കേണ്ടത്. ഇൻ ചൂസിങ് ദിസ് ലാംഗ്വേജ് കൺസിഡറേഷൻസ് ഓഫ് ടെമ്പററി ഓർ പാസിംഗ് ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് കൗണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പററി അല്ലെങ്കിൽ പാസിംഗ് ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യാൻ പാടില്ല. ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി മെഷേഴ്സ് ടു പ്രൊമോട്ട് മദർ ടങ്, ആളുടെ മദർ ടങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആളുടെ മദർ ടങ്, ഓരോരുത്തർക്കും ഓരോ മദർ ടങ് ആണുള്ളത് അല്ലേ. നമ്മുടെ രാജ്യത്ത് ഡിഫറെൻറ്റ്, നമ്മളറിയാം മൾട്ടി ലിംഗ്വൽ സെക്യുലർ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. ദോസ് ഹൂ നോ ഇംഗ്ലീഷ് മസ്റ്റ് നോട്ട് യൂസ് ഇംഗ്ലീഷ് ഇൻ ദിയർ ഡീലിങ്സ് വിത്ത് വൺ അനദർ ഈദർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. Those who know two languages, for example English and Gujarati, should put before the people good English books and thought. Educational institutions should prepare their own textbooks. The rich must help in establishing a large number of vernacular medium schools at various places. അപ്പോൾ മദർ ടങ്ങിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടി അവിടെ സ്വന്തം മദർ ടങ് ഏതാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം ആ എഡ്യൂക്കേഷൻ കൊണ്ടുപോകേണ്ടത്. ആൻഡ് ദ കോൺഫറൻസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് urge the government to impart education only through the mother tongue. Further, the courts and legislative assemblies should transact in vernaculars. അപ്പം കോർട്ടും ലെജിസ്ലേറ്റീവും ഒക്കെ ഒരു ഭാഷയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വേർനാക്കുലറിൽ ട്രാൻസാക്ട് ചെയ്യണം കാര്യങ്ങളെല്ലാം. എംപ്ലോയ്മെൻറ്റ് ഷുഡ് ബി ഓഫേർഡ് ടു ഓൾ വിത്തൗട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദ നോളജ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾക്ക് ജോലി കൊടുക്കാതെ അവരുടെ മദർ ടങ്ങിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം അവർക്ക് ജോബ് നൽകേണ്ടത്. അല്ലാതെ ഒരാൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, നല്ല പ്രൊഫിഷ്യൻസി ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പുറത്തുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ ജോബിലേക്ക് കൊണ്ടുവരേണ്ടത്. Only through instructions in vernaculars a nation progresses and has far-reaching positive consequences for its future. അപ്പോൾ ഒരു രാജ്യം വളരണമെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വെർനാക്കുലർ ഭാഷ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അത് നല്ല രീതിയിലേക്ക് എത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ഹിന്ദുസ്ഥാനി. Gandhi was in favor of making Hindi the national language. Most of the languages derive their origin from Sanskrit and so does Hindi. അപ്പം ഗാന്ധിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിനെ നാഷണൽ ലാംഗ്വേജ് ആക്കണം എന്നായിരുന്നു. കൂടുതലും ലാംഗ്വേജസും ഡിറൈവ് ചെയ്യുന്നത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്, അതുപോലെ ഹിന്ദിയും. ഹിന്ദി ലാംഗ്വേജ് ആസ് ഗാന്ധി ഒപ്പൈൻഡ് ഫുൾഫിൽഡ് ഓൾ 5 റിക്വയർമെൻറ്റ്സ് ഓഫ് ദ നാഷണൽ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാഷണൽ ലാംഗ്വേജിന് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു ഹിന്ദി ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. ഹി ഡിഫൈൻഡ് ഹിന്ദി ആസ് എ ലാംഗ്വേജ് ദാറ്റ് ഇസ് സ്പോക്കൺ ബൈ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇൻ ദ നോർത്ത് റിട്ടൺ ഇൻ ഈദർ ദേവനാഗിരി ഓർ ഉറുദു സ്ക്രിപ്റ്റ്. അപ്പോൾ ആൾ ഹിന്ദീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഹിന്ദുസും മുസ്ലിംസും ഒരുപോലെ യൂസ് ചെയ്യുന്ന, അതുപോലെ ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ആൻഡ് റിട്ടൺ ഇൻ ഈദർ അത് ദേവനാഗിരി സ്ക്രിപ്റ്റിലോ ഉറുദുവിലോ ആയിരിക്കും റിട്ടൺ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗാന്ധി സജസ്റ്റഡ് ദ ഫോളോയിങ് മെഷേഴ്സ് ടു പ്രൊമോട്ട് ഹിന്ദി ആസ് നാഷണൽ ലാംഗ്വേജ്. എന്തൊക്കെയാണ്? ദർ ഷുഡ് ബി എ ഹാൻഡി ബുക്ക് to meet the needs of those who want to learn Hindi. ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഹാൻഡി ബുക്ക് കയ്യിലുണ്ടാവണം. എന്തിനാണ്? ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട്. There should be a standard Hindustani dictionary to prepare a Hindustani grammar and such other reference books for the use of various provinces. അപ്പോൾ ഈ ഹിന്ദി അറിയാത്ത ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡി ബുക്കുകളും അതുപോലെ തന്നെ ഗ്രാമറും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. There should be text books in Hindustani for use in schools. സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഹിന്ദുസ്ഥാനി എന്താണ് ഇതിൽ
എഴുതണം, രീതിയിൽ വേണം. There should be books in simple Hindustani. These books should be written by learned and experienced writers. നന്നായിട്ട് പഠിച്ചിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. There should be trained good Hindi teachers to take up the class for teaching Hindi in southern provinces. ഇപ്പോൾ സദേൺ പ്രൊവിൻസിൽ വരുന്നതാണ് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ അത്തരം സദേൺ പ്രൊവിൻസസിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഹിന്ദി ടീച്ചേഴ്സ് വേണമെന്നാണ് പറയുന്നത്. There should be good books on Hindi grammar. Congress workers and leaders should promote Hindi in national councils. The legislative bodies to the proceedings should be conducted in Hindi. The newspapers too should promote the language. അപ്പോൾ ന്യൂസ്പേപ്പേഴ്സ് പ്രൊമോട്ട് ചെയ്യണം ലാംഗ്വേജ്. ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും പ്രൊസീഡിങ്സിലും ബോഡീസിലും കാര്യങ്ങളിലൊക്കെ ഹിന്ദി ലാംഗ്വേജ് യൂസ് ചെയ്യണം. കോൺഗ്രസ് വർക്കേഴ്സും ലീഡേഴ്സും ഒക്കെ ഹിന്ദി ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെയാണ്. അടുത്തത് വിവേകാനന്ദയാണ്. He was born in 1863 in Calcutta as Narendra Datta. Vivekananda original name Narendranath Datta. Datta also spelled as Dutt. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഡെഡ് ഓൺ July 4th, 1902. Hindu spiritual leader ആയിരുന്നു and reformer in India who attempted to combine Indian spirituality with Western material progress, maintaining that the two supplemented and complemented one another. അപ്പോൾ സ്പിരിച്വാലിറ്റീനെയും ഇന്ത്യൻ സ്പിരിച്വാലിറ്റീനെ വെസ്റ്റേൺ മെറ്റീരിയൽ പ്രോഗ്രസ്സുമായിട്ട് കമ്പൈൻ ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ഒരാളും കൂടെ ആയിരുന്നു വിവേകാനന്ദ. ഹിസ് ആബ്സല്യൂട്ട് വാസ് എ പേഴ്സൺസ് ഓൺ ഹയർ സെൽഫ് ടു ലേബർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി വാസ് എ നോബ്ലസ്റ്റ് എൻഡേവിയർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ ക്യാൻ ബ്ലോസം ഔട്ട് ഓഫ് ദ ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ഗോഡ്ലിനെസ് വിത്തിൻ പീപ്പിൾ. സൂപ്പർസ്റ്റിഷൻ, ഇഗ്നറൻസ്, പോവർട്ടി can be developed through education. Education can be used to resolve social Education can be used to resolve social problems as a tool. Education can be developed self-education, self-confidence and self-dependence. Education through mother tongue. Education is everybody's birthright. Love, truth and modesty should be ultimate aims of education. അദ്ദേഹത്തിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ മഹാത്മാ Gandhi and Rabindranath Tagore, Vivekananda also emphasized on education through the medium of mother tongue. He said, besides mother tongue, there should be a common language which is necessary to keep the country united. അപ്പോൾ മഹാത്മാഗാന്ധി ആയാലും രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ആയാലും ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്തും അദ്ദേഹവും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ മദർ ടങ്ങിന് പുറമെ ഒരു കോമൺ ലാംഗ്വേജും കൂടെ വേണം, എന്നാലേ കൺട്രി യുണൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഹി അപ്രീഷിയേറ്റഡ് ദ ഗ്രേറ്റ്നസ് ഓഫ് സാൻസ്ക്രിറ്റ്. ഹി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് റിപ്പോസിറ്ററി ഓഫ് ഓൾ ഇൻഹെറിറ്റഡ് നോളജ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മദർ ലാംഗ്വേജ് ആയിട്ടുള്ളതായിരുന്നു സാൻസ്ക്രിറ്റ്. അതിൽ നിന്ന് പോന്നിട്ടുള്ള ഒരുപാട് പാരൻ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് സാൻസ്ക്രിറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിനും ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ സാൻസ്ക്രിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് Sanskrit it will be impossible to understand Indian culture. It is like a storehouse of ancient heritage. ഒരു ancient heritage-ൻ്റെ storehouse ആയിട്ട് സാൻസ്ക്രിറ്റിനെ കാണാം. To develop our society, it is necessary that men and women know this language besides the knowledge of their own mother tongue. അപ്പോൾ അവരുടെ മദർ ടങ്ങിന് പുറമെ ഈ ഒരു ലാംഗ്വേജും കൂടെ അറിഞ്ഞിരിക്കണം. At the level of classroom instruction, he imparted the use of AV-8s, the application of educational technology in the spread of literacy. In higher form of education, he had more attitude to English as a medium of instruction as a subject of study. അപ്പം ഇംഗ്ലീഷിനോടും നല്ലൊരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. റെക്കമെൻഡിങ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഇൻക്ലൂഷൻ ഓഫ് സബ്ജക്റ്റ് ഓൺ ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ഇൻ സ്കൂൾ കരിക്കുലം, സോഷ്യൽ സർവീസ് ഇസ് എ കോമ്പണൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻസിസ്റ്റഡ് ഓൺ ലേണിംഗ് ഓഫ് വെസ്റ്റേൺ ടെക്നോളജി. Yeah, so we now come across some of the points and here we have the conclusion. So this is not the actual conclusion of the video. നമുക്കൊരു എക്സ്പ്ലനേറ്ററിയിൽ ഇതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസും പ്രീ ഇൻഡിപെൻഡൻസിനെയും പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനും ഉണ്ട്. ആൻഡ് അത് വലിയ വാസ്റ്റ് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുക്കിയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലനേറ്ററി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഡു ദ തിങ്സ് നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ബുക്സും കാര്യങ്ങളും ഒക്കെ വച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ ആൻഡ് ബൈ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സൂൺ.